കേരളം തീവ്രവാദികളുടെ ഹബ്ബാക്കി മാറ്റിയത് ആരാണ് എന്നറിയാമോ? ഇന്ത്യൻ പ്രതിരോധ മന്ത്രിക്കും മറ്റ് മന്ത്രിമാർക്കും ഇന്ത്യൻ മിലിറ്ററി ഇന്റലിജൻസ് ഒരു കല്യാണത്തിൽ പങ്കെടുക്കരുത് എന്ന് വാണിംഗ് കൊടുത്ത കാര്യം അറിയാമോ? പറയാം. ഏകദേശം 18 വർഷങ്ങൾക്ക് മുൻപ് 2008 ഡിസംബർ മാസം അന്നത്തെ പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണി ഭാര്യ എലിസബത്തും ഒന്നിച്ച് കോട്ടയത്തെ തൻ്റെ സുഹൃത്തും മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറുമായ തോമസ് ജേക്കബിൻ്റെ മകൻ്റെ കല്യാണത്തിനും തുടർന്നുള്ള റിസപ്ഷനും പങ്കെടുക്കാനായി ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടു. വിമാനത്താവളത്തിലെത്തിയ AK ആന്റണിയും ഭാര്യയും കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറി. വിമാനം പറന്നുയരാൻ നിമിഷങ്ങൾ മാത്രം. എയർ ഹോസ്റ്റസ് വിമാനത്തിൻ്റെ വാതിൽ അടയ്ക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് 2 ഉന്നത മിലിറ്ററി ഉദ്യോഗസ്ഥർ വിമാനത്തിൻ്റെ വാതിൽ കടന്നു വന്ന് AK ആന്റണിക്ക് മുന്നിൽ സല്യൂട്ട് ചെയ്തത്. എന്നിട്ട് പറഞ്ഞു, "എക്സ്ക്യൂസ് മീ മാഡം, എക്സ്ക്യൂസ് മീ സാർ, ഒരു കാര്യം പറയാനുണ്ട്." പ്രതിരോധ മന്ത്രി ഭാര്യയുമൊത്തിരിക്കുമ്പോൾ ആദ്യം ഭാര്യയോട് ബഹുമാനത്തോടെ സംസാരിക്കും, പിന്നെയാണ് മന്ത്രിയോട് സംസാരിക്കുന്നത്. അത് ആർമി പ്രൊസീജിയറാണ്. AK ആന്റണി എഴുന്നേറ്റ് ആ ഉദ്യോഗസ്ഥരുടെ കൂടെ വെളിയിലേക്ക് പോയി. തിരികെ വന്ന് എലിസബത്തിനോട് പറഞ്ഞു, "യാത്ര ക്യാൻസൽ, തിരിച്ചു പോകാം." 2008 ഒക്ടോബർ മാസം 4 മലയാളികൾ കാശ്മീരിൽ വച്ച് വെടിയേറ്റ് കൊല്ലപ്പെട്ടു. 2008 നവംബർ 26 മുതൽ 29 വരെ ഇന്ത്യയെ മുൾമുനയിൽ നിർത്തിയ മുംബൈ താജ് ഹോട്ടൽ ആക്രമണം. ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവുമായ മുംബൈയിൽ 2008 നവംബർ 26 ആസൂത്രിതമായ 10 ഭീകരാക്രമണങ്ങൾ നടന്നു. 2008 നവംബർ 26 തുടങ്ങിയ ഈ ആക്രമണം ഏതാണ്ട് 60 മണിക്കൂറുകളോളം പിന്നിട്ട് 2008 നവംബർ 29 ഇന്ത്യൻ ആർമി ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങൾ തിരിച്ചു പിടിക്കുന്നതുവരെ നീണ്ടുനിന്നു. 22 വിദേശികളടക്കം ഏതാണ്ട് 195 പേരെങ്കിലും ഈ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഏതാണ്ട് 327 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം വെറും 18 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കല്യാണം എന്നോർക്കണം. എന്താണ് ഈ കല്യാണത്തിൻ്റെ പ്രത്യേകത? പറയാം. മലയാള മനോരമ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ ഡയറക്ടറാണ് തോമസ് ജേക്കബ്. അദ്ദേഹം പ്രസ് അക്കാദമി ചെയർമാനുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മകൻ അനൂപ് ഫ്രാൻസിൽ വച്ച് ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായി. പാകിസ്ഥാനിലെ കറാച്ചിയിലാണ് മറിയ എന്നു പേരുള്ള ഈ പെൺകുട്ടിയുടെ സ്വദേശം. അച്ഛനായ അബ്ബാസ് ISIയിലെ മേജർ പദവിയിലാണ്. ഈ പെൺകുട്ടി സെയ്ദ് സലാഹുദ്ദീൻ എന്ന ഹിസ്ബുൾ മുജാഹിദീൻ നേതാവിൻ്റെ സെക്രട്ടറിയായി ജോലി ചെയ്തു വരികയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടി ഫ്രാൻസിൽ തൻ്റെ ജോലി സംബന്ധമായി വരികയും അനൂപിനെ കണ്ടുമുട്ടുകയും ചെയ്തു. അവർ പല പ്രാവശ്യം കേരളത്തിലും വന്നു. അതിനുശേഷം കൊച്ചിയിൽ വെച്ച് ഇസ്ലാമിക ആചാരപ്രകാരം ആദ്യം കല്യാണം, എന്നിട്ട് ക്രിസ്ത്യൻ ആചാരപ്രകാരം താലികെട്ട്. 2008 ഡിസംബർ മാസം ഇത്രയും വലിയ ഭീകരാക്രമണം പാകിസ്ഥാൻ നടത്തിയ സമയമാണ് എന്നൊന്നുകൂടി ഓർക്കണം. പാകിസ്ഥാൻ എംബസി വഴി 30 പേർക്ക് വിസ ചോദിച്ചു. മനോരമ മാമൻ മാത്യു സാറിൻ്റെ കഴിവ് കാരണം കല്യാണത്തിൽ പങ്കെടുക്കാൻ അച്ഛൻ ISI ഉൾപ്പെടെ 8 പേർക്ക് വിസ അനുവദിച്ചു. അന്നത്തെ വിദേശകാര്യ സഹമന്ത്രി E അഹമ്മദ്, അന്നത്തെ നാഷണൽ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ എന്നിവർക്ക് മാമൻ മാത്യു നന്ദി പറഞ്ഞു. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് VS അച്യുതാനന്ദനെ ക്ഷണിച്ചിരുന്നു. എങ്കിലും അദ്ദേഹം പോയില്ല. എന്നാൽ സഖാവ് ബിനോയ് വിശ്വം പങ്കെടുത്തു. 2008 ശേഷം കേരളത്തിൽ തീവ്രവാദം കൂടി. അനേകം പേർ ISൽ ചേർന്നു. അധ്യാപകന്റെ കൈവെട്ടി. കേരളത്തിൽ പാകിസ്ഥാൻ അനുകൂലികളുടെ എണ്ണം കുത്തനെ കൂടി. കൂടാതെ 1000ൻ്റെ ഒരു കണ്ടെയ്നർ നോട്ടുകളും കേരളത്തിലെത്തി.